അവൾ കൽപ്പന. ആകാശത്തെ സ്വപ്നം കണ്ട പെൺകുട്ടി. നക്ഷത്രങ്ങൾക്കിടയിലൂടെ പറക്കാൻ മോഹിച്ചവൾ. അവളുടെ കഥ ഒരു ദുരന്തത്തിൻ്റെ കൂടെയാണ്. ഹരിയാനയിലെ കാർണൽ എന്ന ചെറിയ പട്ടണത്തിൽ ജനിച്ച കൽപ്പന പുസ്തകങ്ങളിലൂടെയാണ് ആകാശത്തെ അറിഞ്ഞത്. ഓരോ പുസ്തകവും അവൾക്ക് പുതിയ ലോകങ്ങൾ തുറന്നുകൊടുത്തു. എഞ്ചിനീയറിംഗ് പഠിച്ച് നാസയുടെ വാതിലുകൾ തുറന്ന് അവൾ തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി. 1997 STS-87 എന്ന ദൗത്യത്തിലൂടെ അവൾ ആദ്യമായി ബഹിരാകാശത്തേക്ക് പറന്നു. ഭൂമിയെ ഒരു നീല മുത്തായി അവൾ അവിടെ നിന്ന് കണ്ടു. ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തി, നക്ഷത്രങ്ങളെ തൊട്ടറിഞ്ഞു. പക്ഷേ അവളുടെ രണ്ടാമത്തെ യാത്ര അത് വിധിയുടെ ക്രൂരമായ കളിയായിരുന്നു. 2003 ജനുവരി 16 കൊളംബിയ STS-107 ദൗത്യവുമായി വീണ്ടും ബഹിരാകാശത്തേക്ക് പറന്നു. 16 ദിവസം നീണ്ട ശാസ്ത്രീയ പരീക്ഷണങ്ങൾ. എല്ലാവരും സന്തോഷത്തിലായിരുന്നു. ഭൂമിയിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തകൃതിയായി നടന്നുകൊണ്ടിരുന്നു. ഫെബ്രുവരി 1 രാവിലെ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കൊളംബിയയുടെ ഇടത് ചിറകിലെ താപകവചത്തിൽ ഒരു വിള്ളൽ. പക്ഷേ അത് ആരും അറിഞ്ഞിരുന്നില്ല. അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും തോറും ഒരു കടുത്ത ചൂട് അനുഭവപ്പെട്ടു തുടങ്ങി. ആ വിള്ളലിലൂടെ കൊളംബിയയുടെ അകത്തേക്ക് തീ ആളിപ്പടർന്നു. ഏതാനും നിമിഷങ്ങൾക്കകം കൊളംബിയയുടെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. കൊളംബിയ തകർന്നു. കൽപ്പനയും മറ്റ് 6 യാത്രികരും നമ്മെ വിട്ടുപോയി. ആകാശത്ത് ചിതറിത്തെറിച്ച ഒരു സ്വപ്നം, ഒരു ദുരന്തം, ഒരു വേദന, ഇന്നും മായാത്ത വേദന. കൽപ്പന ആകാശത്തെ സ്നേഹിച്ച പെൺകുട്ടി. അവളുടെ സ്വപ്നം ഒരു തീഗോളമായി ആകാശത്ത് ചിതറിത്തെറിച്ചു. അവളുടെ ഓർമ്മകൾ ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു നൊമ്പരമായി അവശേഷിക്കുന്നു. ഒപ്പം ഒരു വലിയ ത്യാഗാത്മക പ്രതീകമായും.